ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. അങ്ങനെയുള്ള സ്തോത്രകാവ്യമായ ശ്രീമന്നാരായണീയത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചു തുടങ്ങിയിട്ട് ഇന്ന് 101ാമത്തെ ദിവസം. ഇവിടെ ശ്രീമദ് നാരായണീയം 10ാമത്തെ ദശകത്തിൽ 3ാമത്തെ ശ്ലോകമാണ് നമ്മളിപ്പോൾ ചൊല്ലുന്നത്. പിന്നെ അതിനെ വിചാരം ചെയ്യുന്നു, വീണ്ടും ശ്ലോകം ചൊല്ലി അതിൻ്റെ വഞ്ചിപ്പാട്ടിൻ്റെ എണ്ണത്തിലുള്ള ശ്രീഹരിയം ഭാഷാഗാനം പാടി നമുക്ക് സമർപ്പിക്കാം. ബ്രഹ്മസൃഷ്ടിയെക്കുറിച്ച് ആണ് നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. താവൽ സസർജ മനസാസനകം സനന്ദം ഭൂയ സനാതനമുനിം ച സനത്കുമാരം തേ സൃഷ്ടികർമ്മണി തു തേന നിയുജ്യമാനാസ്ത്വത്പാദഭക്തിരസികാ ജഗൃഹുർനവാണിം. താവത് ഭൂയ മനസാ സനകം സനന്ദം സനാതനമുനിം സനത്കുമാരം ച സസർജ ത്വത്പാദഭക്തിരസികാം തേ തു തേന സൃഷ്ടികർമ്മണി നിയുജ്യമാനാ വാണീം ന ജഗൃഹു. താവത് ഭൂയ മനസാ സനകം സനന്ദം സനാതനമുനിം സനൽകുമാരം ച സസർജ. അപ്പോൾ പിന്നെയും താവത് ഭൂയ മനസാ മനസ്സുകൊണ്ട് സനകം സനന്ദം സനാതനമുനിം സനൽകുമാരം സനകാദിയോഗീശ്വരന്മാർ എന്നറിയപ്പെടുന്ന സനകൻ സനന്ദൻ
സനാതനമുനി, സനൽകുമാരൻ, ഈ 4 പേരെ സൃഷ്ടിച്ചു. സനൽകുമാരം ച സസർജ, അവരെ കൂടി സൃഷ്ടിച്ചു. ത്വത്പാദഭക്തിരസിക, അവിടുത്തെ പാദങ്ങളിൽ ഭക്തിയുള്ള അല്ലെങ്കിൽ ആ ഭഗവത് ഭക്തിരസം അറിയുന്ന അവര് തേ തു തേന സൃഷ്ടികർമ്മണി നിയുജ്യമാന അപി. അപി എന്ന് പറയുന്നില്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കണം. അപ്പോ ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കാൻ പ്രേരിപ്പിക്കപ്പെട്ടിട്ടും വാണിം നജഗൃഹു, ആ വാക്ക് സ്വീകരിച്ചില്ല. ബ്രഹ്മാവിൻ്റെ വാക്കിനെ അവരംഗീകരിച്ചില്ല എന്ന് പറയുന്നു. സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവ് ഒറ്റയ്ക്ക് സൃഷ്ടി നടത്തി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളാണ് സൃഷ്ടിക്ക് അധിഷ്ഠാനമായത് എന്ന് പറയുന്നു. മരീചി മനസ്സിൽ നിന്നുണ്ടായി അല്ലേ? മനസ്സുകൊണ്ട് ആദ്യം സൃഷ്ടിച്ചത് സനകാദിയോഗീശ്വരന്മാരെയാണ്, മാനസപുത്രന്മാർ, ബ്രഹ്മാവിൻ്റെ മാനസപുത്രന്മാർ എന്നാ പറയുക. അപ്പൊ മനസ്സുകൊണ്ട് ആദ്യം സൃഷ്ടിച്ചത് സനകാദി യോഗീശ്വരന്മാർ എന്നറിയപ്പെടുന്ന ആദ്യം സനകൻ, പിന്നെ സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ, ഈ 4 പേര്. അപ്പൊ അവര് ജന്മനാ തന്നെ നൈസർഗികമായി ഭഗവത് ഭക്തി രസികന്മാരാണ് അവർ എന്നുള്ളത് കൊണ്ട്, ആ ഭക്തിരസത്തെ ആവോളം ആസ്വദിച്ചവരാണ് അവരെ എന്നുള്ളത് കൊണ്ട് അവർക്ക് മറ്റ് കാര്യങ്ങളിലൊന്നും താല്പര്യം ഉണ്ടായില്ല. ഊർധ്വരേതസ്സുകളാണ് അവരെന്നാണ് പറയുക. അപ്പോ അനന്യചിത്തന്മാര്, മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാത്ത ആഗ്രഹിക്കാത്ത അവര് ബ്രഹ്മാവിൻ്റെ വാക്കിനെ സ്വീകരിച്ചില്ല. കാരണം എന്താ? ബ്രഹ്മാവ് ഭക്തിയുടെ വഴിയല്ല പറഞ്ഞു കൊടുത്തത്, സൃഷ്ടിയുടെ വഴിയാണ്. ഇപ്പൊ ഇവിടെ നോക്കൂ, അവർക്ക് ആജ്ഞാനിഷേധം വേണ്ടി വന്നു. താമസപദാർത്ഥ സൃഷ്ടി മുമ്പേ കഴിഞ്ഞതിൻ്റെ ഫലം അനുഭൂതമാകുന്നു എന്നാണ് നിഷേധരൂപത്തിൽ. മുമ്പ് ആ തമസ്സിനെ സൃഷ്ടിച്ചു ഇല്ലേ? നേരത്തെ പറഞ്ഞു നമ്മൾ. അപ്പൊ അങ്ങനെയെങ്കിൽ ആ തമോ ഗുണമുള്ള ഇവരുടെ സൃഷ്ടി കൊണ്ടാണ് ഇപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞ കാര്യം ഇവർ കേൾക്കാതിരുന്നതും. അതിന് അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യമുണ്ട്. അവർ ഭക്തിരസികന്മാരാണ്, ഭഗവത് ഭക്തിരസികന്മാരാണ്. അതുകൊണ്ട് ബ്രഹ്മാവിൻ്റെ വാക്കുകളെ അംഗീകരിച്ചില്ല, കേട്ടില്ല എന്ന് പറയുന്നു. ഒരിക്കൽ കൂടി ശ്ലോകം, അത് കഴിഞ്ഞ് അതിൻ്റെ ഭാഷാഗാനം, തുടർന്ന് നമുക്ക് ആ സമർപ്പണം. താവൽ സസർജ മനസാ സനകം സനന്ദം ഭൂയ സനാതനമുനിം ച സനൽകുമാരം തേ സൃഷ്ടികർമ്മണി തു തേന നിയുജ്യമാനാസ്ത്വൽപാദഭക്തിരസികാ ജഗൃഹൃന്നവാണിം. നാരായണ 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 രാധാഗോവിന്ദ. ശ്രീഹരിയം ഭാഷാഗാനം. സനകനെ സനന്ദനെ സനാതന മുനിയേയും സനൽകുമാരകനെയും സൃഷ്ടിയും ചെയ്തു. സൃഷ്ടി ചെയ്യാനുള്ള ബ്രഹ്മദേവൻ തൻ്റെ അപേക്ഷയെ നിരസിച്ചു ഭവൽ ഭക്തി രസികരവർ. നാരായണ 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 രാധാഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സർവം. നാരായണായേതി സമർപ്പയാമി. ഹരി ഓം.